പേരാവൂർ മണ്ഡലവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കേരളം ആകെ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ് നമ്മുടെ പേരാവൂർ മണ്ഡലം. ഇന്നലെ ഏറ്റവും മികച്ച രീതിയിൽ തന്നെയാണ് പോളിംഗ് നടന്നിട്ടുള്ളത്. ഏറ്റവും സമാധാനപരമായിരുന്നു പേരാവൂർ മണ്ഡലത്തിലെ വോട്ടിംഗ് നടപടികൾ പൂർത്തിയായിട്ടുള്ളത്. കേരളമാകെ വീക്ഷിക്കുന്ന പോരാട്ടം നടന്ന മണ്ഡലമാണ് പേരാവൂർ. KPCC അധ്യക്ഷൻ കൂടിയായ സണ്ണി ജോസഫും മുൻ ആരോഗ്യമന്ത്രിയായ KK ശൈലജയും തമ്മിൽ ശക്തമായ മത്സരം നടന്ന മണ്ഡലം. ഇതിൽ വിജയം ആർക്കൊപ്പം എന്നത് പ്രവചനാതീതം. LDF മുഴുവൻ വോട്ടും പോൾ ചെയ്തെന്നും നിലവിലെ MLAക്കെതിരായ ജനവികാരം വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചുവെന്നും CPM സംസ്ഥാന കമ്മിറ്റി അംഗവും മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് ചുമതലക്കാരനുമായ വത്സൻ പനോളി പറഞ്ഞു. പേരാവൂർ അസംബ്ലി മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പ്രധാനമായും ശ്രദ്ധിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലഭിക്കേണ്ടുന്ന മുഴുവൻ വോട്ടും പോൾ ചെയ്യിക്കുക എന്നുള്ളതാണ്. ഞങ്ങളതിന് വേണ്ടി മണ്ഡലത്തിന് പുറത്ത് താമസിക്കുന്ന LDF വോട്ടർമാരെ, അത് രാജ്യത്തിനകത്തായാലും പുറത്തായാലും, അവരെയൊക്കെ കൊണ്ടുവന്ന് പരമാവധി വോട്ട് ചെയ്യിക്കുക എന്ന പ്രവർത്തനത്തിലാണ് ഞങ്ങൾ കേന്ദ്രീകരിച്ചത്. ഞങ്ങളുടെ LDFൻ്റെ 153 ബൂത്തിലെയും പ്രവർത്തകന്മാർ ഈ കാര്യത്തിൽ നല്ല വിജയമാണ് കൈവരിച്ചിട്ടുള്ളത്. പരമാവധി വോട്ടുകൾ, സജീവമായ വോട്ടുകളെ പോളിംഗ് ബൂത്തിലെത്തിക്കാൻ LDFന് സാധിച്ചു എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ ടീച്ചറുടെ വിജയത്തിൽ ഒരു പ്രധാന ഘടകമായി പ്രവർത്തിച്ചു. ഈ തെരഞ്ഞെടുപ്പിലുടനീളം കണ്ടിട്ടുള്ളൊരു കാര്യം, കഴിഞ്ഞ 15 വർഷമായി ഈ മണ്ഡലത്തിൽ ജനപ്രതിനിധിയായി പ്രവർത്തിക്കുന്ന സണ്ണി ജോസഫിനെതിരായിട്ടുള്ള പൊതുവികാരം എല്ലാ തലത്തിലുമുള്ള വോട്ടർമാരിൽ പ്രകടമായിരുന്നു. അതുകൊണ്ട് തന്നെ നിലവിലുള്ള MLAക്കെതിരായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള വികാരത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി ഘടകമായി മാറാനുള്ള സാധ്യത ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഇതിനെല്ലാം അപ്പുറത്ത് ശൈലജ ടീച്ചർ തൻ്റെ ജന്മനാട്ടിൽ മത്സരിക്കുന്നു എന്ന് മാത്രമല്ല, പൊതു സ്വീകാര്യതയുള്ള, മുഖ്യമന്ത്രി തന്നെ പറഞ്ഞതുപോലെ എല്ലാവർക്കും സ്വീകാര്യതയുള്ള ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ശൈലജ ടീച്ചർ ഇവിടെ പേരാവൂർ മണ്ഡലത്തിൽ വന്നതോടുകൂടി UDFനോടൊപ്പം നിൽക്കുന്ന, BJPയോടൊപ്പം നിൽക്കുന്ന, മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായും അല്ലാതെയും നിൽക്കുന്ന ജനങ്ങളിൽ, പൊതുവിൽ സ്ത്രീകളിൽ ശൈലജ ടീച്ചർ ജയിക്കണം എന്ന ചിന്ത ശക്തമായി ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ സ്ത്രീ വോട്ടർമാരിൽ വലിയൊരു ശതമാനം വോട്ട് ടീച്ചർക്ക് അനുകൂലമായി വന്നിട്ടുണ്ട് എന്നുള്ളത് പ്രകടമായി ബൂത്തുകളിലെ സ്ത്രീ പങ്കാളിത്തം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇതെല്ലാം ഒത്തുചേർന്ന് ബൂത്തിൽ വന്ന് വോട്ടായി മാറിയപ്പോൾ ശൈലജ ടീച്ചർക്ക് പേരാവൂർ മണ്ഡലത്തിൽ UDFനേക്കാൾ മേൽക്കൈ നേടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രാഥമികമായ വിലയിരുത്തൽ. ടീച്ചർ ഈ മണ്ഡലത്തിൽ നിന്ന് ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെടും. സ്വാഭാവികമായും സംസ്ഥാന പ്രസിഡന്റ്, KPCCയുടെ പ്രസിഡന്റ് ആ ചുമതലയിൽ നിന്ന് മത്സരിച്ച ഒരാളെന്ന നിലയിൽ പരാജയപ്പെടുന്നതോടെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അദ്ദേഹം മാറ്റപ്പെടുകയും ഈ മണ്ഡലത്തിൻ്റെ പ്രസിഡൻ്റായി മാറേണ്ടുന്ന അവസ്ഥ വന്നു ചേരുകയും ചെയ്യും എന്നുള്ളതാണ് കോൺഗ്രസ്സുകാർ തന്നെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. അതേസമയം സണ്ണി ജോസഫ് 8000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നായിരുന്നു കോൺഗ്രസ് നേതാവ് K ജനാർദ്ദനന്റെ പ്രതികരണം. 100% പേരാവൂർ നിയോജക മണ്ഡലത്തിൽ UDF വിജയിക്കും. സണ്ണി ജോസഫ് MLA ആവും. ഏറ്റവും ചുരുങ്ങിയത് 8000 വോട്ടിന് 10,000 വോട്ടിനും ഇടയിൽ കിട്ടുമെന്നാണ് പ്രാഥമികമായ ഞങ്ങളുടെ വിലയിരുത്തൽ. ഇനി ഫൈനൽ വിലയിരുത്തലിന് ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് വരുമ്പോൾ 10,000-ൽ കൂടുതൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പുറമേ നിന്ന് കിട്ടുന്ന വിവരം. നമ്മൾ പിന്നെ വസ്തുതാപരമായി 8,000-നും 10,000-നും ഇടയിൽ എന്ന് പറഞ്ഞു എന്ന് മാത്രമേ. വിജയം സുനിശ്ചിതമാണ്. മാർക്സിസ്റ്റ് പാർട്ടി വളരെയേറെ പ്രകോപനം ഉണ്ടാക്കാൻ ശ്രമിച്ചാലെങ്കിലും നമ്മുടെ പ്രവർത്തകന്മാർ നടത്തിയ ആത്മസംയമനം കൊണ്ടാണ് പല സ്ഥലത്തും സംഘർഷങ്ങളും പ്രശ്നങ്ങളും ഇല്ലാതിരുന്നത്. മുഴക്കുന്നിൽ നമ്മുടെ ബൂത്ത് ഏജൻറ്റിൻ്റെ മേലെ, വനിതാ ബൂത്ത് ഏജൻറ്റിൻ്റെ മേലെയാണ് നായ്ക്കുറിനെ പൊടിപാറ്റി അവരെ ബൂത്തിൽ നിന്ന് അകറ്റി നിർത്താണ്ട് ശ്രമം ഉണ്ടായത്. വലിയ അക്രമ ശ്രമങ്ങളാണ്. ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഏജൻറ്റ് പോളിംഗ് ബൂത്തിൽ പോയപ്പോൾ അദ്ദേഹത്തെ ആക്രമിക്കാനും അദ്ദേഹത്തിൻ്റെ നേരെ തട്ടിക്കയറുകയും ചെയ്യുന്ന സമീപനം വരെ ഈ തെരഞ്ഞെടുപ്പിൽ അവർ സ്വീകരിച്ചു. അപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രധാനമായ കേന്ദ്രങ്ങളിൽ അവർ ഈ തവണയും പരസ്യമായ അക്രമം നടത്തിയില്ലെങ്കിലും അക്രമം നടത്തുന്ന പോലെ ഭീഷണിയെല്ലാം വളരെ ശക്തമായിട്ടുണ്ടായിരുന്നു. അതിനെല്ലാം അതിജീവിച്ചിട്ടാണ് UDFൻ്റെ പ്രവർത്തകന്മാരും നേതാക്കളുടെ കഠിനമായ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 8,000-നും 10,000-നും ഇടയിലെ ഭൂരിപക്ഷത്തിന് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA ആകും എന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നു.
കുറേ ഇരട്ട വോട്ടുകളെല്ലാം നഷ്ടപ്പെട്ടു. ഞങ്ങളുടെ UDF-നകത്ത് ഇരട്ട വോട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നത് LDF-ൻ്റെ ആളുകളുടെ ഭാഗത്താണ്. ആ വോട്ടുകളാണ് അധികം നഷ്ടപ്പെട്ടു പോയത്. മരിച്ചുപോയ വോട്ടുകളും ഇരട്ട വോട്ടുകൾ നഷ്ടപ്പെട്ടു പോയപ്പോൾ ഉണ്ടായ വോട്ടർ പട്ടികയ്ക്കകത്ത് വന്ന മാറ്റത്തിൻ്റെ ഭാഗം കൂടിയാണ് ഈ പെർസെൻറ്റേജ് വർധനവെന്ന് പറയുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പെർസെൻറ്റേജ് വർധനവ് UDF-ന് വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. ഒരു പ്രയാസവും UDF-ന് തെരഞ്ഞെടുപ്പ് രംഗത്ത് ഈ കാര്യത്തിൽ ഉണ്ടാവേണ്ടി പോകുന്നില്ല. CPM പ്രവർത്തകർ അക്രമങ്ങൾക്ക് നേതൃത്വം നൽകിയെന്നും കോൺഗ്രസ് പ്രവർത്തകർ സംയമനം പാലിച്ചുവെന്നും ജനാർദ്ദനൻ കൂട്ടിച്ചേർത്തു.